അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ തന്നെ കുറച്ച് കണ്ടിന്യൂഷൻ ആണ്, കുറച്ച് പ്രോബ്ലംസ് നമ്മൾ അധികം ചെയ്യലാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് കിടക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറന്റ് ത്രൂ 5 ohm and 1 ohm റെസിസ്റ്റർ യൂസിങ് മെഷ് അനാലിസിസ് എന്നുണ്ട് കേട്ടോ. യൂസിങ് മെഷ് അനാലിസിസ്, അതായത് 5 ohmഉം 1 ohm കൂടെയുള്ള കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലെ? നമ്മുടെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് മക്കളെ? മെഷ് അനാലിസിസിന്റെ ആദ്യം മെഷുകൾ കണ്ടെത്തലാണ് ആദ്യത്തെ ചുമതല. നമ്മുടെ മെഷുകൾ കണ്ടെത്തലാണ്. നമുക്കിവിടെ 3 മെഷുകൾ ഉണ്ട് അല്ലെ? ഒരു മെഷ് ഇത്, രണ്ടാമത്തെ മെഷ് ഇത്, മൂന്നാമത്തെ മെഷ് ഇതുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? അവിടെ ഒരു കറണ്ട് നമുക്ക് അസ്യൂം ചെയ്യാം. ഇതാണ് നമ്മുടെ കറണ്ടുകളായിട്ട് അസ്യൂം ചെയ്യാം. I1 എന്ന് പറഞ്ഞ കറണ്ട് ഇവിടെ മെഷ് 1-ലെ, I2 എന്ന് പറഞ്ഞ കറണ്ട് ഇത് ഇങ്ങനെ പോകുന്ന കറണ്ടാണ് I2 എന്ന് പറഞ്ഞ കറണ്ട് മെഷ് 2-ലെ. പിന്നെ I3 എന്ന് പറയുന്ന കറണ്ട് നമ്മുടെ മെഷ് 3-ലെ I3 എന്ന് പറയുന്ന കറണ്ട്. അങ്ങനെ നമ്മൾ 3 കറണ്ടുകൾ നമ്മൾ 3 മെഷിൽ നമ്മൾ അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ സങ്കല്പിച്ചു, അല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്തു. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഓരോ മെഷിലും KVL ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. നമ്മുടെ ആദ്യത്തെ മെഷിലെ KVL ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. മെഷ് 1-ലെ KVL ഇക്വേഷൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തും തുടങ്ങാതെ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ ആ മെഷിൽ കറങ്ങി തിരിച്ചു വരിക. അതാണ് നമ്മുടെ കഥ. ആ പോകുന്ന വഴിക്ക് നമ്മുടെ കിർച്ചോഫിന്റെ വോൾട്ടേജിലോ നമ്മൾ അപ്ലൈ ചെയ്തിട്ടാ. കിർച്ചോഫിന്റെ വോൾട്ടേജിലോ ഓക്കെ അല്ല, വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാം. ബൈ അപ്ലൈയിങ് KVL എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസം ഉണ്ടാവും. കാണും ബൈ അപ്ലൈയിങ് KVL എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവും കിർച്ചോഫിന്റെ വോൾട്ടേജിലോ. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ കൺവെൻഷനൊക്കെ നമുക്കറിയാം. നമ്മൾ വീണ്ടും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ല കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാണത് ഇവിടെ നിന്ന് തുടങ്ങാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ അവസാനിക്കുന്നത് പോകുന്ന വഴി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും നമ്മൾ കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ അവസാനിക്കുന്നത് പോസിറ്റീവ് ടെർമിനൽ ഓഫ് 5 volt ബാറ്ററി ആണ്. അപ്പോൾ റൈസിൻ പൊട്ടൻഷ്യൽ ആണ്. വി കൻ ഇൻഡിക്കേറ്റ് ഇറ്റ് ആസ് 5 എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പോയത് ഇവിടെ എത്തിയപ്പോ നമ്മളൊരു റെസിസ്റ്ററിനെ കണ്ടു. 5 ohm റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിനെ കണ്ടു. അതേ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെ I1 ആണ്. ആൻഡ് വി ആർ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് I1. therefore the voltage is really falling അല്ലെ? falling potential ആണ് അല്ലെ? പൊട്ടൻഷ്യൽ ഈസ് ഡിക്രീസിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മക്കളെ? -5 into I1. പിന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്താണ്. ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായത് I1 എന്ന് പറഞ്ഞ കറണ്ട് താഴത്തോട്ടുണ്ട്, I2 എന്ന് പറഞ്ഞ കറണ്ട് മുകളിലോട്ടുണ്ട്. അപ്പൊ നമ്മൾ I1-ന് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ I1 താഴത്തേക്ക് പോകുന്നതിന് എടുക്കുകയാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഇതിൽ കൂടെ ഉള്ള നെറ്റ് കറണ്ട് I1 - I2 ആക്കി എടുക്കുകയാണ്. താഴത്തോട്ടായത് കാരണം നമ്മുടെ പോകുന്ന ഡയറക്ഷനും കറണ്ട് ഡയറക്ഷനും സെയിം ആണ്. അപ്പൊ ×1 നമ്മൾ ചെയ്യാം. 1 into I1 - I2. ഇനി ഇവിടെ വന്ന് തിരിച്ചെത്തിയപ്പോ ഇവിടെ ആരുമില്ല. = 0. ഇതാണ് നമ്മുടെ കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ. ഒന്ന് ഭംഗീകരിക്കുക. 5 - 5 I1 - I1 + I2 = 0. ആദ്യം I1-ന്റെ ടൈം ഏതാ? I1-ന്റെ ടൈം തരാം -5 I1 മൈനസ് എത്രയും മക്കളെ 6 I1 ആയിട്ട് മാറി. പിന്നെ പ്ലസ് ഒരു I2 ഉണ്ട്. പിന്നെ ഇവിടെ I3 ഇല്ലാത്ത കാരണം ഞാനിവിടെ 0 I3 എന്ന് പറഞ്ഞിട്ട് ഏതാണ് = ഈ 5-ന് അപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. -5 ഇക്വേഷൻ നമ്പർ 1. അത് കിട്ടി. അപ്പോൾ KVL നമ്മൾ ഇക്വേഷൻ നമ്പർ 1-ൽ അപ്ലൈ ചെയ്തു. മെഷ് 1-ൽ അപ്ലൈ ചെയ്തു. ഇനി മെഷ് 2-ൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. മെഷ് 2-ൽ അപ്ലൈ ആണ്. അപ്ലൈയിങ് KVL തന്നെ, അപ്ലൈയിങ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാണ്ട് അവിടെ തന്നെ തിരിച്ചു വരിക. ഇവിടെ പോയിട്ട് നമ്മൾ അതേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്താം. അപ്പൊ നോക്കുക മക്കളെ, നമ്മൾ പോകുന്ന ഡയറക്ഷൻ കറണ്ട് ഡയറക്ഷൻ സെയിം ആണ്. അപ്പൊ ഇവിടെ മൈനസ് വരും. -2 into I2. ഇവിടെ ആരും ഇല്ല. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കറണ്ട് I3 ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നെറ്റ് ഇഫക്റ്റിൽ ഇങ്ങോട്ട് പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് I2 - I3 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ -2 into I2 - I3 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി മുകളിലേക്ക് പോവാണ്. മുകളിലേക്ക് പോകുമ്പോൾ എന്താണ് മക്കളെ? മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ I2 മുകളിൽ വരുന്നുണ്ട്, I1 താഴത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് മെഷായ കാരണം I2-ന് പ്രാധാന്യം വെച്ചെടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? I2 - I1 എടുക്കാം. മുകളിലേക്ക് ഡയറക്ഷൻ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്. അപ്പൊ -1 into I2 - I1 = 0. തിരിച്ചെത്തിയപ്പോൾ ഇവിടെ വേറെ ആരുമില്ല, 0. അപ്പൊ അംഗീകരിക്കുമ്പോൾ -2 I2 - 2 I2 + 2 I3 - I2 + I1 = 0. I1 ആദ്യം എഴുതി. I1 -2 I2 ഇതും കൂടുമ്പോൾ എത്രയും മക്കളെ? -5 I2 + 2 I3 = വേറെ ആരുമില്ല, കോൺസ്റ്റന്റ് ഇല്ല. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ മെഷ് 2-ൽ അപ്ലൈ ആണ്. മെഷ് 3-ൽ അപ്ലൈ ആണ്. മെഷ് 3
മെഷ് 3 നമ്മൾ അപ്ലൈയിങ് KVL ചെയ്യാണ്. അപ്ലൈയിങ് KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക മക്കളെ, നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ തന്നെ തിരിച്ചു വരിക. അതാണ് നമ്മുടെ പരിപാടി. ദേ നമ്മൾ അവസാനിക്കുന്നത് എവിടെയാണ് മക്കളെ? ഇവിടെ നിന്ന് പോയിട്ട് ഇത് ഇങ്ങനെയാണ് പോകുമ്പോൾ തിരിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലാണ് നമ്മൾ എൻഡ് ചെയ്യേണ്ടത്. therefore it is for rise in potential, it is 10 volt. പിന്നെ നമ്മൾ ഇങ്ങനെ എത്തിയിട്ട് ഇവിടെ എത്തുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു റെസിസ്റ്ററിനെ നമ്മൾ കാണാണ്. ആൻഡ് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ I3 മൈനസ് I2. I3 മൈനസ് I2. ഓക്കെ അല്ലെ? എങ്ങനെയാണ് മക്കളെ? കറണ്ട് ത്രൂ I2 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ I3ക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു I3 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I3 മൈനസ് I2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം അല്ലെ? അപ്പോൾ I3 മൈനസ് I2 ഇൻ ദ സെയിം ഡയറക്ഷൻ വി ആർ ട്രാവലിംഗ് ആണ്. അപ്പൊ നമുക്ക് എന്ത് മക്കളെ? ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആണ് -2 ഇൻറ്റു I3 മൈനസ് I2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ we find another resistor having 3 ohm resistor. And the current through 3 ohm resistor is given by I3 and we are traveling the same direction of I3. Therefore, the potential is really falling and we can write it as -3 I3 is equal to 0. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഗുണിക്കാം. -10 മൈനസ് 2I3 പ്ലസ് 2I2 മൈനസ് 3I3 is equal to 0. ഇവിടെ നമുക്ക് I1 ടേം ഇല്ല. അപ്പൊ therefore we can write it as 0I1 plus 2I2 minus 2I3 minus 3I3 we can write it as -5I3 and 10 നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ we can write it as -10. ഇക്വേഷൻ നമ്പർ 3. 3 ഇക്വേഷൻസ് കിട്ടി. അപ്പൊ നമുക്ക് 3 വേരിയബിളുള്ള 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടി. നമുക്കിത് സോൾവ് ചെയ്യാം by using calculator or by using matrix method. നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നത് കാൽക്കുലേറ്റർ ആണ് യൂസ് ചെയ്യണേ. സോൾവിങ് ഇക്വേഷൻ നമ്പർ 1, 2 and 3 നമുക്ക് സോൾവ് ചെയ്യാം. കാൽക്കുലേറ്റർ എടുക്കാം. നമ്മൾ കാൽക്കുലേറ്റർ എടുത്തു. കാൽക്കുലേറ്റർ എടുത്തിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ മോഡ് എടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ എടുത്തു 5. ഇവിടെ 3 വേരിയബിൾ ഉണ്ട് അല്ലെ? I1 ഉണ്ട്, I2 ഉണ്ട്, I3 ഉണ്ട്. 3 വേരിയബിൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ANX പ്ലസ് BNY പ്ലസ് CNZ DN എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ എടുക്കണം. അത് 2 അമർത്തി നമ്മൾ ES ആണ് കേട്ടോ. എന്നിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് I1 കോഎഫിഷ്യന്റ് ഏതാ? -6. ഏതി? I2 കോഎഫിഷ്യന്റ് 1, I3 കോഎഫിഷ്യന്റ് 0. ഇനി സമവാക്യത്തിന്റെ അപ്പുറത്തേക്ക് പോയിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പുറത്തേക്ക് പോയുള്ള ആരാണ് മക്കളെ? -5. അപ്പൊ അത് കഴിഞ്ഞു. ഈ രണ്ടാമത്തെ ഇക്വേഷന്റെ 1 -5 2 കോൺസ്റ്റന്റ് 0 അതേതി. ഇനി ഇക്വേഷൻ നമ്പർ 3 0 2 -5 സമവാക്യത്തിന് അപ്പുറത്തേക്ക് -10 പൊരിക്കട്ടും കൂടി അടിക്കുക. എന്താ വരാത്തെ? അപ്പൊ നമുക്ക് കിട്ടി I1 എന്ന് പറഞ്ഞാൽ എത്ര വന്നു മക്കളെ? 125 / 21. We can write it as 1.033 ampere. And I2 നമുക്ക് എഴുതാം മക്കളെ. I2 എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഇക്വറ്റ് അടിച്ചാൽ മതി. അപ്പൊ 145 / 121 എന്ന് പറഞ്ഞിട്ട് വരും. It is given by 1.198 എന്ന് പറഞ്ഞിട്ട് റെപ്രസെന്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 3 ഡിജിറ്റ് ഒക്കെ വേണമെങ്കിൽ എഴുതിയാൽ മതി മാക്സിമം. ഇനി ഡെസിമൽ കഴിഞ്ഞിട്ട് ഇനി I3 എന്ന് പറഞ്ഞാൽ again press equal to symbol നമുക്ക് കിട്ടും I2 is equal to 2.479 ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടത്തെ ഒരു കഥ എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. എല്ലാ കറണ്ടുകളും നമുക്ക് ഇവിടെ കിട്ടിയത് പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ എല്ലാം അതും ഇവിടെ കറക്റ്റ് ആണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലെ? അപ്പൊ കറണ്ടുകൾ കിട്ടി. നമുക്കിത് മാത്രമല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് കറണ്ട് ത്രൂ 5 ohm 1 ohm ആണ് അല്ലെ? അപ്പൊ therefore ഇട്ടിട്ട് പഠിക്കാൻ നമുക്ക് therefore കറണ്ട് ത്രൂ 5 ohm is equal to 5 ohm കൂടെ പോകുന്ന കറണ്ട് ആരാ മക്കളെ? I1 തന്നെയല്ലേ? is equal to I1 തന്നെയാണ്. and it is given by 1.033 ampere. സിമ്പിൾ. പിന്നെ നമുക്ക് വേണ്ടത് കറണ്ട് ത്രൂ 1 ohm ആണ്. 1 ohm. 1 ohm കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഒരു കാര്യം മനസ്സിലായി. I2 ആണ് വലുത് I1-നേക്കാളും.
അല്ലെ? I2 ആണ് വലുത് I1ലേക്കാളും. അപ്പൊ നമുക്ക് എഴുതാം I2 വലുതായതുകൊണ്ട് അപ്പൊ I2 ഇവിടെ ശരിക്കും I1 മൈനസ് I2 അല്ലെങ്കിൽ I2 മൈനസ് I1 ആണ്. അപ്പോ നമ്മൾ I2 വലുതായതുകൊണ്ട് നമുക്കറിയാം കറണ്ട് ഡയറക്ഷൻ മുകളിലേക്ക് ആയിരിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പോ നമുക്ക് എഴുതാം കറണ്ട് ത്രൂ 1 ohm എന്ന് പറയുകയാണെങ്കിൽ കറണ്ട് ത്രൂ 1 ohm എന്ന് പറയുകയാണെങ്കിൽ I2 മൈനസ് I1 എഴുതാം. കാരണം I2 ആണ് വലുത് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് കിട്ടും 1.198 മൈനസ് 1.033 ആംപിയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പൊ നമുക്ക് അതിന് ഈക്വൽ ടു മോഡ് മാറ്റണം. മോഡ് കോമ്പാക്കി മാറ്റി 1.198 മൈനസ് 1.033 is equal to we will get 0.165 ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് അപ്വേർഡ്. ആ ഡയറക്ഷൻ ഒന്ന് വേണ്ടി മാർക്ക് ചെയ്ത് വെച്ചേക്ക്. ആ ഡയറക്ഷൻ എന്താണ് മക്കളെ? നമ്മുടെ അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ തന്നെ നമുക്ക് എഴുതാം മുകളിലേക്ക് എഴുതിയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി അപ്വേർഡ് ഡയറക്ഷൻ എഴുതിയാൽ മതി. അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ അല്ല? സീനില്ലല്ലോ, സിമ്പിൾ പരിപാടി അല്ല. ഓക്കെ അല്ല? കഥ വളരെ സിമ്പിൾ കഥയാണ്. നല്ല ചോദ്യമാണ് കേട്ടോ. ഓക്കെ അല്ല? നമുക്ക് അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ഇതാണ്. ഫൈൻഡ് ദ കറണ്ട് ഫ്രം ദ വോൾട്ടേജ് സോഴ്സ് ഓർ ദ കറണ്ട് സപ്ലൈഡ് ബൈ ദ വോൾട്ടേജ് സോഴ്സ് ഗിവൺ ഇൻ ദ ഫിഗർ. അതായത് ഈ ഫിഗറിൽ വോൾട്ടേജ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ വളരെ സിമ്പിൾ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ പോലെ തന്നെയാണ് മെഷ് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് പറയുകയാണെങ്കിൽ വേറൊരു ടൈപ്പ് വെച്ചുകൊണ്ടും ഈ പ്രോബ്ലം വേണേൽ ചെയ്യാം. കാരണം ഒരൊറ്റ വോൾട്ടേജ് സോഴ്സ് മാത്രമല്ലോ. വേണമെങ്കിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ സ്റ്റാർ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാനൊക്കെ പറ്റുണ്ടോ. പക്ഷെ അത് നമുക്ക് വേണ്ട. നമുക്ക് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് മെഷ് അനാലിസിസ് ആണ്. അതൊന്നുകൂടി എളുപ്പം. അപ്പൊ നമ്മുടെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം 3 മെഷുകൾ കണ്ടെത്തലാണ് ഇവിടെ ആദ്യത്തെ നമ്മുടെ ചുമതല. അപ്പൊ ആദ്യം തന്നെ മെഷുകൾ കണ്ടെത്താണ്. ഇവിടെ നമുക്ക് കാണുമ്പോൾ 3 മെഷുകൾ കാണും. ഒരു മെഷ്. മോസ്റ്റ് എലിമെന്ററി ഫോം ഓഫ് ലൂപ്പിന് പറഞ്ഞ പേരാണ് മെഷ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനെ I1 എന്ന് പറയുന്നത് അതിസംബോധന ചെയ്തു. I1 ഒന്നാമത്തെ മെഷ്. ഇതിന് ഞാൻ I2 എന്ന് പറഞ്ഞിട്ട് അതിസംബോധന ചെയ്തു. കറണ്ട് ത്രൂ ദ മെഷ് 2 ഈസ് ഗിവൺ ബൈ I2. അത് നമ്മുടെ രണ്ടാമത്തെ മെഷാണിത്. ഇനി എന്റെ കറണ്ട് ത്രൂ ദ മെഷ് 3 വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I3 ആൻഡ് ഇറ്റ് ഈസ് നോട്ടഡ് ആസ് 3 മെഷ് 3. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മെഷ് 1, മെഷ് 2, മെഷ് 3 നമ്മൾ എഴുതിയിട്ട് ആയിക്കോട്ടെ. കറണ്ട് നമ്മൾ അസൈൻ ചെയ്തു. ഇനി നമുക്ക് ഓരോ മെഷിൽ നമുക്ക് KVL അപ്ലൈ ചെയ്യാം. മെഷ് 1 KVL അപ്ലൈ ചെയ്യാം. അപ്ലൈയിങ് KVL കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. ഇവിടെ നിന്ന് പോയിട്ട് ഞാൻ അവിടേക്ക് തന്നെ തിരിച്ചു വരാണ്. നമുക്കറിയാം നമ്മൾ ട്രാവൽ ചെയ്യണത് സെയിം ഡയറക്ഷൻ ഓഫ് കറണ്ട് I1 ആണ്. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെ കണ്ടു മക്കളെ? ഒരു 10 വോൾട്ടുള്ള ഒരു ബാറ്ററി വോൾട്ടേജ് ബാറ്ററി സോഴ്സിനെ കണ്ടു. നമ്മൾ അവസാനിക്കുകയാണത് പോസിറ്റീവായ കാരണം 10 എന്ന് പറഞ്ഞിട്ട് എഴുതി. നമ്മൾ ഇവിടെ കാണുമ്പോൾ 3 കണ്ടു. 3 പോകുന്ന ഡയറക്ഷൻ, 3 കൂടെ പോകുന്ന കറണ്ട് ഡയറക്ഷൻ I1 ഇങ്ങനെയാണ്. നമ്മൾ അതേ ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യണത്. അപ്പൊ ഫോൾ ഇൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ -3 I1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ദേ ഇവിടേക്ക് എത്തിയപ്പോൾ I1 ഇങ്ങോട്ടുണ്ട്, I2 ഇങ്ങോട്ടുണ്ട്. അപ്പൊ നമ്മൾ I1ന്റെ പ്രാധാന്യം കിട്ടത്തക്ക രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് I1 മൈനസ് I2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇൻ ദ സെയിം ഡയറക്ഷൻ വി ആർ ട്രാവലിംഗ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? -4 ഇൻറ്റു I1 മൈനസ് I2 എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. എന്നിട്ട് ഇവിടേക്ക് എത്തിയപ്പോൾ ഇവിടെ I1 ഇങ്ങനെയുണ്ട്. ആൻഡ് അഗൈൻ I3 ഈസ് ഗോയിങ് അപ്വേർഡ്സ്. അപ്പോൾ നമ്മൾ I1ന് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് I1 മൈനസ് I3 ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. And we are traveling in the same direction of the current through 3 ohm resistor. Therefore, the potential is falling, and we can write it as minus I1 minus I3 into the resistance value is 3 is equal to 0. Bracket open ചെയ്യാം. 10 minus 3I1 minus 4I1 plus 4I2 minus 3I1 plus 3I3 is equal to 0. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ I1 ടേംസ് ചെയ്താൽ -3I1. അപ്പൊ I1 എത്ര ഉണ്ട് മക്കൾ? -3I1 -4I1 -6I1 അപ്പൊ -10I1 ആയിട്ടുണ്ടാവും. I1ന്റെ ആൾക്കാരെല്ലാം എടുത്തു. ഇനി I2ന്റെ ആൾക്കാർ ഒരെണ്ണമുള്ളൂ. അപ്പൊ 4I2. പിന്നെ I3 ആൾക്കാർ ഒരെണ്ണമുള്ളൂ. -3I3. പിന്നെ 10ന് നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പൊ -10 ഇക്വേഷൻ നമ്പർ 1. ഇത് നമ്മൾ അപ്ലൈ മെഷ് 2 KVL അപ്ലൈ ചെയ്യാം. മെഷ് 2 അപ്ലൈയിങ് KVL എന്നൊക്കെ ഇത് രസം ഉണ്ടാവും മക്കളെ. അപ്ലൈയിങ് KVL എന്നൊക്കെ നമ്മൾ രസം ഉണ്ടാവും. അപ്ലൈയിങ് KVL നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരണം. നമ്മൾക്ക് ഇവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണുന്ന ആളാണ് 2 ohm റെസിസ്റ്റർ. And the current through 2 ohm resistor is given by I2, and we are traveling in the same direction of I2. Therefore, the potential is falling, and we can write it as -2 I2 എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ 2 ohmലേക്ക് വീണ്ടും ഒരു 2 ohmലേക്ക് എത്താണ്. And
For giving importance to I2, we can write the current through 2 ohm resistor as I2 minus I3 in the direction of I2, and we are traveling in the same direction of I2, therefore the potential is falling, and we can write it as minus 2 into I2 minus I3. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് എത്തി മക്കളെ 4 ohm റെസിസ്റ്ററിന്റെ അവിടെ എത്തി. അപ്പോ അവിടേക്കുള്ള കറണ്ട് ഡയറക്ഷൻ I2ന് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ എഴുതുമ്പോൾ I2 ഇങ്ങനെയാണ് പോകുന്നത്, I1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അതിൽ കൂടെ പോകുന്ന കറന്റിന്റെ ഡയറക്ഷൻ നമ്മൾ I2ന് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ എഴുതുമ്പോൾ I2 minus I1 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആൻഡ് വി ആർ ട്രാവലിംഗ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് I2, therefore the potential is falling. minus 4 into I2 minus I1 is equal to 0. നമ്മുടെ ഇനീഷ്യൽ പോയിന്റിലേക്ക് നമ്മൾ എത്തി. വേറെ ആരും ഇല്ല ഇവിടെ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. minus 2I2 minus 2I2 plus 2I3 minus 4I2 plus 4I1 is equal to 0. I1 ആ കൂടി എത്ര ഉണ്ട് മക്കളെ? ഒരെണ്ണം ഉള്ളൂ. അപ്പൊ 4I1 ആദ്യം എഴുതി. I2 എത്ര ഉണ്ട്? minus 2I2 minus 2I2 minus 4I2 minus 8I2 and 2I3. There is no voltage source in this mesh, therefore answer is 0. Equation number 2. ഇനി നമ്മൾ മെഷ് 3യിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. മെഷ് 3യിലേക്ക് നമ്മൾ അപ്ലൈയിങ് KVL ചെയ്യാൻ പോവാണ്. അപ്ലൈയിങ് KVL നമ്മൾ KVL അപ്ലൈ ചെയ്യണം. കിർച്ചോഫിന്റെ വോൾട്ടേജ് ലോ. എവിടെന്നെങ്കിലും തുടങ്ങാം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങിയേക്കാം. എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് തിരിച്ച് ആ പോയിന്റിൽ തന്നെ തിരിച്ചെത്താം. അപ്പോൾ അതേ 4 ohm ഈ കിടന്ന് ആദ്യം കാണുന്നത് 4 ohm ആണല്ലേ. നമ്മൾ പോകുന്ന ഡയറക്ഷൻ I3യുടെ ഡയറക്ഷൻ ആണ്. അപ്പൊ minus 4 into I3 എന്ന് പഠിക്കാം. പിന്നെ നമ്മൾ പോകുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമ്മൾ I3ക്ക് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ I3 മുകളിലേക്ക്, I1 ഇവിടെ താഴത്തോട്ട്. അപ്പോൾ നമ്മൾ I3ക്ക് പ്രാധാന്യം കൊടുക്കത്തക്ക രീതിയിൽ എഴുതുമ്പോൾ I3 minus I1 എന്ന് പറയട്ടെ എഴുതാം. ആൻഡ് the current is in the upward direction, and we are traveling the same direction of I3 minus I1, therefore the potential is falling, and we can write it as minus 3 into I3 minus I1 എന്ന് പഠിക്കാം. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ 2 ohmനെ കാണാണ്. അപ്പൊ I3ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ I3 minus I2, because I3 and I2 are in the opposite direction, therefore minus 2 into I3 minus I2, and there is no voltage source in this mesh, and therefore there is no constant value, therefore we can write it as 0. ഉള്ളിലേക്കാണ് പഠിക്കാൻ മക്കളെ. minus 4 I3 minus 3I3 plus 3 I1 minus 2 I3 plus 2 I2 is equal to 0. I1ന്റെ ആൾക്കാർ ആകെ കൂടി ഒരെണ്ണം, അപ്പം minus plus 3 I1. ഇനി I2ന്റെ ആൾക്കാർ ആകെ കൂടി ഒരെണ്ണം plus 2 I2. I3 ആൾക്കാർ ഇഷ്ടം പോലെ. ആരൊക്കെയാണ് മക്കളെ? minus 4I3 minus 3I3 കൂടുമ്പോൾ minus 7I3 minus 7I3 minus 2I3 കൂടുമ്പോൾ minus 9I3 is equal to 0. Equation number 3. Solving by using calculator or by using matrix method. Matrix method നമ്മൾ matrix method ചെയ്യട്ടെ. നമ്മുടെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യണട്ടാ. By using solving by question number 1, 2 and 3. കാൽക്കുലേറ്റർ എടുക്കട്ടെ മക്കളെ. അതെ കാൽക്കുലേറ്റർ എടുത്തു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എടുക്കാം. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 പഠിക്കാം. ഇക്വേഷൻ നമ്പർ തെറ്റിയില്ലോ. ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ നമ്മുടെ 5 ആണ് കേട്ടോ എടുക്കുന്നത് കേട്ടോ. 5ല് 3 വേരിയബിൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ I1ന്റെ കൂട്ടുള്ളത് -10, പിന്നെ I2ന്റെ കൂട്ടുള്ളത് 4, I3ന്റെ കൂട്ടുള്ളത് 3, and the constant term after taking it to the right hand side, it is -10. In അടുത്ത ഇക്വേഷന്റെ I1ന്റെ coefficient is 4 and I2 coefficient is -8, and the coefficient of I3 is 2, and there is no constant value, therefore we can write it as 0. And in mesh 3, third equation, coefficient of I1 is 3, coefficient of I2 is 2, then -9, and there is no constant value, therefore it is 0. Again press equal to sign, then we will get I1 as 1.63 ampere, and I2 as വീണ്ടും equal to sign അമർത്താം 1.009 ampere, and I3 as 0.769 ampere. എല്ലാ ആൾക്കാരും ഇവിടെ പോസിറ്റീവ് ആണ്. അതിനർത്ഥം നമ്മൾ സങ്കല്പിച്ചിട്ടുള്ള കറന്റിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് I1 I2 ഒഴുകണം. ഇതാണ് എന്റെ അർത്ഥം.
ഓക്കെ അല്ല മക്കളെ? ഇനിയിപ്പോ ചിലപ്പോൾ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ സങ്കല്പിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും കറണ്ട് ഒഴുകണത് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ അല്ല? നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന വേറെ സാധനം പറഞ്ഞിട്ടുണ്ടാവും. വാട്ട് ഈസ് കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി? ദ കറണ്ട് സപ്ലൈഡ് ദ ബാറ്ററി ഈസ് നത്തിങ് ബട്ട് I1 ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 1.63. അപ്പൊ അത് അവസാനം പഠിച്ചിട്ടുള്ള മക്കളെ, ദ കറണ്ട് സപ്ലൈഡ് ബൈ ദ ബാറ്ററി ഈസ് I1 ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 1.63 ആംപിയർ. കഴിഞ്ഞില്ലേ മക്കളെ? സിമ്പിൾ വീടല്ലേ? അപ്പൊ എല്ലാവർക്കും ബായ് പോട്ടോ.